സാഹിത്യത്തിന്റെ സുൽത്താൻ വേർപിരിഞ്ഞിട്ട് 30 വർഷം. സരള മനോഹര ഭാഷയിൽ സാധാരണ മനുഷ്യന്റെ വേദനകളും വേവലാതികളും ആവിഷ്കരിച്ചുകൊണ്ട് വായനക്കാരെ വിസ്മയിപ്പിച്ച ബഷീറിന്റെ സ്ഥാനം ഇമ്മിനി വലുതാണ്. ഒരു കാലഘട്ടത്തെ ആകെ അടയാളപ്പെടുത്തിയ വൈക്കം മുഹമ്മദ് ബഷീർ പകരക്കാരനില്ലാത്ത ഒരൊറ്റ മരമായി മലയാള സാഹിത്യത്തിൽ ഇന്നും നിലനിൽക്കുന്നു. നീണ്ട 30 വർഷത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ ഓർമ്മകളാണ് മലയാളത്തിന്റെ തണലും തണുപ്പും. വായനക്കാർ ബഷീറിന്റെ നർമ്മരസങ്ങളിലൂടെ ഊറിച്ചിരിച്ചു, ചിലപ്പോഴൊക്കെ വിതുമ്പി. മലയാളം അറിയാവുന്ന ആർക്കും വഴങ്ങും ബഷീർ സാഹിത്യം. നർമ്മം തുളുമ്പുന്ന ഭാഷയ്ക്കുള്ളിലെ മർമ്മസ്പർശിയായ സങ്കടങ്ങൾ അദ്ദേഹം കോറിയിട്ടു. ജയിൽ പുള്ളികളും ഭിക്ഷക്കാരും സ്വവർഗാനുരാഗികളും പട്ടിണിക്കാരുമെല്ലാം അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളായി. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ജീവസുറ്റതായി. ശക്തമായ ആക്ഷേപഹാസ്യവും ചിലപ്പോൾ രൂക്ഷ പരിഹാസം തന്നെയും വരികൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച് വായനക്കാരെ ആഴത്തിലുള്ള ചിന്തകളിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകുന്ന ശൈലി അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. അനുഭവ സമ്പത്താണ് ബഷീറിന്റെ എഴുത്തിന്റെ ഏറ്റവും വലിയ കരുത്തും കാതലും. നമ്മുടെ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലും അദ്ദേഹം അലഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ പല വേഷങ്ങളും കെട്ടിയിട്ടുണ്ട്, പല തൊഴിലുകളും ചെയ്തിട്ടുണ്ട്. ജീവിത പാഠങ്ങളുടെ വലിയ ലോകം, അനുഭവങ്ങളുടെ ഒരു വൻകര തന്നെ അദ്ദേഹം സ്വന്തമാക്കി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ചു. തന്റെ ജയിലനുഭവമാണ് ഒരുപക്ഷെ മതിലുകൾ എന്ന മഹത്തായ കൃതി എഴുതാൻ പ്രേരണയായത്. ആളെ കാണാതെ തന്നെ ശബ്ദത്തിലൂടെ മാത്രം അനശ്വരമായ സ്നേഹബന്ധം സൃഷ്ടിക്കാമെന്ന് ഈ പുസ്തകത്തിലൂടെ ബഷീർ തെളിയിച്ചു. മാന്ത്രിക പൂച്ച, പാത്തുമ്മയുടെ ആട്, തേന്മാവ്, സർപ്പയജ്ഞം, എന്റെ ഉപ്പുപ്പാക്കൊരാനയുണ്ടാർന്ന് തുടങ്ങിയ കൃതികളുടെ ശീർഷകങ്ങളിൽ തന്നെ ബഷീർ ജീവജാലങ്ങളെ ചേർത്ത് പിടിച്ചു. കഥ പറഞ്ഞ് വലിയൊരു കഥയായി വായനക്കാരുടെ മനസ്സിൽ ഇപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കുന്നു ബഷീറിന്റെ സാഹിത്യകൃതികൾ. 14 നോവലുകളും 13 ചെറുകഥകളും 11 വിവർത്തനങ്ങളുമാണ് ബഷീറിന്റെ സാഹിത്യ ലോകത്തിനുള്ള സംഭാവനകൾ. സ്വന്തം കൃതികൾ സിനിമയായപ്പോൾ കഥയും തിരക്കഥയും ഒരുക്കി അഭിനയവും പയറ്റി നോക്കി. 3 പതിറ്റാണ്ടിനപ്പുറവും വായിച്ചു തീരാത്ത ഒരു കാലത്തിന്റെ ഇമ്മിണി വലിയ അടയാളമായി വൈക്കം മുഹമ്മദ് ബഷീർ ജനമനസ്സുകളിൽ ജീവിക്കുകയാണ്, ഒരു ഇതിഹാസമായി. പ്രിയ കഥാകാരന്റെ ഓർമ്മകൾക്ക് മുന്നിൽ മലനാട് ടിവിയുടെ പ്രണാമം. You are watching India's first NGO television, Malanad TV India.